നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ടല്ലേ. അപ്പോൾ പല വീഡിയോസ് കാണുമ്പോഴും അതിൻ്റെ തമ്പനെയിൽസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. അതായത് അതിൻ്റെ മുകളിലുള്ള ഒരു കവർ ഫോട്ടോ, ആ ഫോട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. ചില വീഡിയോസ് കാണുമ്പോൾ ആ ഫോട്ടോ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്താൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ആ ഒരു തമ്പനെയിൽ കിട്ടിയാൽ നല്ലതായിരുന്നു നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ യൂട്യൂബ് തമ്പനെയിൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റുകൾ, ആപ്ലിക്കേഷൻ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, അങ്ങനെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ്, അങ്ങനെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ തമ്പനെയിൽ ഡൗൺലോഡ് ചെയ്യാറുള്ള അങ്ങനെ കാണാറില്ല. അപ്പോൾ അതിൻ്റെ ഒത്തിരി ആവശ്യക്കാരും ഉണ്ടാകത്തില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഈ ഒരു തമ്പനെയിൽ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്ക് കിട്ടുമോ? ആ തമ്പനെയിൽ നമുക്ക് കിട്ടുമോ? വളരെ സിമ്പിൾ. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ എൻ്റെ വീഡിയോ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ്. അതായത് ബോട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ യൂട്യൂബ് തമ്പനെയിൽ ഡൗൺലോഡർ ബോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു ബോട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് അപ്പം ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു ഡെവലപ്പർ ഉണ്ട്, അതായത് ഈ ഒരു ബോട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ഡെവലപ്പർ ഉണ്ട്. നമുക്ക് ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ മറ്റു റിപ്പോകളും ഞാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. കാരണം നമ്മുടെ ആ ഒരു യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ടെലഗ്രാമിൻ്റെ ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, കുറച്ച് പാടാണ് അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡെവലപ്പറിൻ്റെ ബോട്ടുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്ന ബോട്ടുകളാണ്. നമുക്ക് ആദ്യം ആ ഒരു ഡെവലപ്പറിൻ്റെ ആ ഒരു ജിറ്റ്ഹബ് റിപ്പോയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡെവലപ്പർ എന്ന് പറഞ്ഞ് ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വേറൊരു ലിങ്കിലേക്ക് പോകും. ഇതാണ് ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫയാസ് നൗഷാദ് എന്നാണ് ആ ഒരു ഡെവലപ്പറിൻ്റെ പേര്. അപ്പോൾ ഡെവലപ്പർക്ക് നല്ല നല്ല 66 റിപ്പോസിറ്ററീസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഒരു ഡെവലപ്പറാണ്. ആ ഒരു ഡെവലപ്പറിൻ്റെ ഒരുപാട് തരത്തിലുള്ള റിപ്പോകളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ പുള്ളിയുടെ അക്കൗണ്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ എല്ലായിടത്തും പോയി സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പുള്ളിക്ക് അറിയുന്ന ലാംഗ്വേജസ്, ജിഹബ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ പ്രൊജക്ട്സ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിപ്പോസിറ്ററികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 66 റിപ്പോസിറ്ററികൾ ഇവിടെ നമ്പർ കാണാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ റെപ്പോസിറ്ററീസ് നമുക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നൈസായിട്ട് കാണിച്ചു തരാം ഏതൊക്കെയാണ് കൃത്യം റെപ്പോസിറ്ററീസ് എന്നുള്ളത്. ഇപ്പോൾ ഡെവലപ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു ഏതാണ് നമ്മുടെ കൃത്യമായൊരു ഡെവലപ്പർ, അതുപോലെ തന്നെ ആ പേജ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഫോളോ ചെയ്യുന്ന കാര്യമൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുക. നല്ല ഡെവലപ്പർ ആയതുകൊണ്ടാണ് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെയാണ് ഈ ഒരു ഡെവലപ്പർ ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോകളും നമുക്ക് ഇവിടെ ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. ഇത് ആ ഒരു ഡെവലപ്പറിൻ്റെ സ്വന്തം വെബ്സൈറ്റ് തന്നെയാണ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും അറ്റാച്ച് ബോട്ട്, കാൽക്കുലേറ്റർ ബോട്ട്, ചാനൽ ഓട്ടോ പോസ്റ്റ് ബോട്ട്, അത് ചാനലിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് മാറ്റാനുള്ള ബോട്ടാണ്. ചാനൽ മെസ്സേജ് എഡിറ്റർ, കൊറോണ ഇൻഫോ ബോട്ട്, കൺട്രി ഇൻഫോ ബോട്ട്, ഗ്ലിച്ച് ആർട്ട് ബോട്ട്, ഗൂഗിൾ സെർച്ച് ബോട്ട്, ഇമേജ് സെർച്ച് ബോട്ട്, ഇൻഫോ ബോട്ട്, മൂവി ഇൻഫോ ബോട്ട്, പൈപ്പി ബോട്ട്, പൈറോഗ്രാം ജേസോൺ ബോട്ട്, നമുക്കറിയാം പൈറോഗ്രാം ക്രിയേറ്റ് ചെയ്യാനുള്ള ബോട്ടാണത്. അതുപോലെ തന്നെ പൈത്തൺ ഇവാലുവേറ്റ് ബോട്ട്, റിമൂവ് BG ബോട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ബോട്ടാണത്. ടെലഗ്രാഫ് അപ്ലോഡർ, അപ്പോൾ ടെലഗ്രാഫിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ബോട്ടാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ട് ഉപയോഗിക്കുന്നതാണ്. ടെലഗ്രാഫ് അപ്ലോഡർ എന്ന് പറയുന്ന ആ ഒരു ബോട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസാണ് ഈ ബോട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ടെലഗ്രാഫ് അപ്ലോഡർ ബോട്ട്, ട്രാൻസ്ലേറ്റർ ബോട്ട് വേർഷൻ 2, അതുപോലെ തന്നെ URL ഷോർട്ടനർ ബോട്ട്, യൂട്യൂബ് തമ്പനെയിൽ ഡൗൺലോഡർ. അപ്പോൾ ഇത്രയും നല്ല റിപ്പോസ് ഈ ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന യൂട്യൂബ് തമ്പനെയിൽ ഡൗൺലോഡർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് എല്ലാ റിപ്പോളും ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഡെപ്ലോയ് ചെയ്യാവുന്ന ബോട്ടുകളാണ് ഈ ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി ഈ ഒരു റിപ്പോ ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ള റിപ്പോകളെല്ലാം നിങ്ങൾ എടുത്തെടുത്ത് നോക്കുക. നല്ലൊരു ഡെവലപ്പറാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ ന്യൂ ടാബിൻ്റെ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് യൂട്യൂബ് തമ്പനെയിൽ ഡൗൺലോഡർ എന്ന് പറയുന്ന ആ ഒരു ഭാഗമെന്ന് പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു റിപ്പോ ഒന്ന് സ്റ്റാർ ചെയ്യാം. സ്റ്റാർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിടുക. ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഏറ്റവും മുകളിൽ ഇങ്ങേറ്റത് 4K എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു റിപ്പോ നമ്മൾ ഫോർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഡിപ്ലോയ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഡിപ്ലോയ് ടു ഹെറോക്കു എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്ലോയ് ടു ഹെറോക്കു എന്ന് പറഞ്ഞ് നമുക്കൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ ന്യൂ ടാബിൻ്റെ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്രോമിൽ ഈ ഒരു ഗ്രൂപ്പിംഗ് സെറ്റപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഹെറോക്കുവിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു റിപ്പോ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആപ്പ് നെയിം, API ഹാഷ്, API ID, ബോട്ട് ടോക്കൺ. ഈ 3 കാര്യങ്ങൾ മാത്രം ഇതിൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ബോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഡെവലപ്പറിൻ്റെ ബോട്ടുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സൈറ്റിലേക്ക് വരുന്നവർ ഇത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതൊക്കെ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് എത്തുക. അതിനുശേഷം നിങ്ങൾ ആപ്പ് നെയിം എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, യുണീക്ക് ആയിട്ടുള്ള, അതായത് വേറെ ആരും ഇതുവരെ എടുക്കാത്ത ഒരു ബോട്ട്. അപ്പോൾ യൂട്യൂബ് നമുക്ക് അവൈലബിൾ അല്ല, യൂട്യൂബ് ഡൗൺലോഡർ സ്പേസ് ഒന്നും ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഇടരുത്. അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതും അവൈലബിൾ അല്ല. നമുക്ക് 01 കൊടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പേര് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു പേര് ഇതുവരെ വേറെ ആരും എടുത്തിട്ടില്ല. അത് പച്ച കളർ ആയാൽ മാത്രമേ താഴേക്ക് പോകാവുള്ളൂ. ഇനിയാണ് API ഹാഷ്, അതുപോലെ തന്നെ API ID എടുക്കുന്നത്. ഇത് നമുക്ക് ടെലഗ്രാമിൻ്റെയാണ് API ഹാഷും API IDയും എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ API ഹാഷ് ആൻഡ് ID എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ടാബിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഏത് അക്കൗണ്ടിലാണ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിൽ പോയി ഫോൺ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൺഫർമേഷൻ കോഡ് അടിക്കാനൊക്കെ ചോദിക്കും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കൺഫർമേഷൻ കോഡ് ചോദിക്കും. ആ കൺഫർമേഷൻ കോഡ് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു മെസ്സേജിൽ കൺഫർമേഷൻ കോഡ് കോപ്പി ചെയ്തെടുക്കുക. ദിസ് ഈസ് യുവർ ലോഗിൻ കോഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു കോഡ് കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ചിവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ കോഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ ആയിരിക്കും രണ്ടാമത് ലോഗിൻ ചെയ്യുന്നവർക്ക് വരുന്നത്. ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫില്ല് ചെയ്യുക. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ API ഡെവലപ്മെൻറ്റ് റൂൾസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് API IDയും അതുപോലെ തന്നെ API ഹാഷും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ API ഹാഷ് എന്ന് പറയുന്ന സാധനം കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആ ഒരു സൈഡിലേക്ക് വന്നതിന് ശേഷം API ഹാഷ് എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്യാം. അതുപോലെ തിരിച്ചു വന്നിട്ട് API ID കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബോട്ട് ടോക്കൺ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിലേക്ക് പോവുക. ടെലഗ്രാമിലേക്ക് പോയതിനു ശേഷം ബോട്ട് ഫാദർ എന്ന് പറയുന്നൊരു ബോട്ട് നമുക്ക് വേണം. ഇതിൻ്റെ യൂസർ നെയിം ഇങ്ങനെയാണ്, ബോട്ട് ഫാദർ എന്ന് തന്നെയാണ് ഇതിൻ്റെ യൂസർ നെയിം. ഇവിടെ വന്നതിന് ശേഷം ഇത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ആ ഒരു ബോർഡിന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബ് തമ്പനയിൽ ഡൗൺലോഡർ എന്ന് ഞാൻ പേര് കൊടുത്തു. അതിനുശേഷം അതങ്ങോട്ട് സെൻഡ് ആയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് അതിനൊരു ലിങ്ക് കൊടുക്കണം. ഓക്കെ, ലിങ്കിൻ്റെ ഏറ്റവും അവസാനം ബോട്ട് എന്നായിരിക്കണം. അതാണ് ആ ഒരു ലിങ്കിന് പ്രത്യേകത. നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അതിന് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്പേസ് ഇട്ടണമെങ്കിൽ അണ്ടർസ്കോർ ഇടാം. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ബോട്ട് എന്നും ഉണ്ടാവണം. ആ യൂസർ നെയിം ഓൾറെഡി ടേക്കൻ ആണ്. നമുക്ക് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നോക്കാം. യൂട്യൂബ് തമ്പനയിൽ 01. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഒരു ടോക്കൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ആ ഒരു ടോക്കൺ നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാണ് ടോക്കൺ എന്ന് പറയുന്നത്. യൂസ് ദിസ് ടോക്കൺ ടു ആക്സസ് ദ HTTP API എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ കോപ്പി ചെയ്യുക. ഫുള്ള് കോപ്പി ചെയ്യുക. ഇവിടം വരെ കോപ്പി ചെയ്തതിന് ശേഷം കോപ്പി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ബോട്ട് ടോക്കണിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡിപ്ലോയ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡിപ്ലോയ് ടു ഹെറോക്ക് എന്ന് പറഞ്ഞ് പച്ച കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാനേജ് ആപ്പ് വ്യൂ എന്ന് പറഞ്ഞ 2 ഫയലും വന്നിട്ടുണ്ട്. ഇവിടെ മാനേജ് ആപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ അങ്ങനെ ചെയ്തേക്കാം. സാധാരണ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചുമ്മാ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ചെയ്തേക്കാം. ഇനിയിപ്പോൾ ആപ്പ് ക്രാഷായി പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഏതായാലും ചെയ്തേക്കാം. അതിനുശേഷം മോർ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. പിന്നെ വ്യൂ ലോഗ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ബോർഡിന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് വർക്കാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇത് നമ്മൾ വീണ്ടും ടെലഗ്രാമിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം ആ ഒരു ബോട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പോയി സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പേര് വന്നു ഐ ആം എ സിമ്പിൾ യൂട്യൂബ് തമ്പനയിൽ ഡൗൺലോഡർ ടെലഗ്രാം ബോട്ട്. സെൻഡ് യുവർ യൂട്യൂബ് വീഡിയോ ലിങ്ക് ഓർ വീഡിയോ ID. ഐ വിൽ സെൻഡ് ദ തമ്പനയിൽ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ ഒരു ജോയിൻ അപ്ഡേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ഈ ഒരു ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചാനലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോയതിനു ശേഷം ഒരു തമ്പനയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് യൂട്യൂബ് വീഡിയോ ആണെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കമൻറ്റിൽ പോകാം. എന്നിട്ട് ഷെയർ ചെയ്തതിന് ശേഷം ഈ ഒരു പിന്നെ കോപ്പി ലിങ്ക് കൊടുത്തു. അതിനുശേഷം തിരിച്ച് ഞാനിവിടെ വന്നതിന് ശേഷം ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തു. അനലൈസിംഗ് എന്ന് കാണിച്ചു, തമ്പനയിൽ വന്നു. ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഒരു തമ്പനയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയെന്ന് നിങ്ങൾ കാണാം. നമുക്കിനി വേറൊരു വീഡിയോ കൂടെ വേണം നോക്കാം. ഓക്കെ, നമുക്കിനി ഇന്നലെ ഞാനിട്ട വീഡിയോ ആണിത്. നമുക്ക് ഇതിൻ്റെ തമ്പനയിൽ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ കൊണ്ടുവരാം, ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അനലൈസിംഗ് എന്ന് പറഞ്ഞു, തമ്പനയിൽ വന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഒരു തമ്പനയിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്കകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ലൊരു ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ് താനും. അതുപോലെ തന്നെ നല്ല ഉപകാരമുള്ള ഒരുപാട് ബോർഡുകൾ ഈ ഒരു ഡെവലപ്പറിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡെവലപ്പറിനെ ഫോളോ ചെയ്യാനും ആ റിപ്പോകളെല്ലാം ചെക്ക് ചെയ്യാനും സ്റ്റാർ ചെയ്യാനും ഫോറിക്കാനും ഒന്നും മറക്കരുത്. നമുക്ക് അവസാനത്തെ കൺക്ലൂഷൻ സെക്ഷനിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ടെലഗ്രാം ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് യൂട്യൂബിൻ്റെ തമ്പനെയിൽസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തമ്പനെയിൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ബൈ.